എന്തായാലും വിഷയത്തിലേക്ക് വരാം. സമസ്തയുടെ താരീഖിലേക്ക് വരണം. സമസ്തയുടെ താരീഖിലേക്ക് വരുമ്പോൾ 920കളാണ് സമസ്തയുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞത്. 920കളിൽ നമ്മളെല്ലാവരും ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ചരിത്രമാണ്. നമ്മളെ നാട്ടിലുണ്ടായിരുന്ന പഴയ കാലത്തുണ്ടായിരുന്ന പല ആളുകളെയും വിദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പുത്തൻ ആശയങ്ങൾ സ്വാധീനിച്ചു. അതിന് പല കാരണങ്ങളുണ്ട്. രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, അല്ലാത്ത കാരണങ്ങളുണ്ട്. അവരുടെ യാത്രകൾ അതിന് കാരണമായിരുന്നു, അവരുടെ വായനകൾ അതിന് കാരണമായിരുന്നു. ഇങ്ങനെ സമസ്ത പറയലുണ്ട്, എല്ലതും വായിക്കാൻ പാടില്ല എന്നുള്ളതാണ് സമസ്തയുടെ ആശയം. താരതമ്യ പഠനം പറ്റും, പക്ഷെ എല്ലതും വായിക്കാൻ പാടില്ല. എല്ലതും വായിക്കുന്നതിന് മുമ്പ് ആദ്യം സ്വന്തം വിശ്വാസവും സ്വന്തം ആദർശവും നന്നായിട്ട് ഉറച്ചിരിക്കണം, എന്നിട്ടേ വായിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു അസിലിൽ നിന്നുകൊണ്ടേ കളിക്കാൻ പറ്റുള്ളൂ. അസിലില്ലാതെ കളിച്ചിട്ട് അവസാനം അസിൽ തീരുമാനമാകുക എന്നുള്ളത് ഉണ്ടാവില്ല. അപ്പോ 920കളാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകരണ പശ്ചാത്തലം എന്ന് പറയുന്നത്. അന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അന്ന് ഈ നാട്ടു രാജാക്കന്മാരുണ്ട്, അതുപോലെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയും നമ്മളെ നാട്ടിലുണ്ട്. പരിപൂർണ അർത്ഥത്തിലല്ല, ഒരു നേരിയ തോതിലാണ് ഉള്ളത്. പരിപൂർണ അർത്ഥത്തിൽ അതിന് കുറെ മുമ്പാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ വലിയ കുടുംബങ്ങളായിട്ട് താമസിക്കുന്ന, വലിയ വലിയ തറവാട്ടുകളായിട്ട് നിലനിൽക്കുന്ന ഈ പഴയ വലിയ തറവാട്ടുകൾക്ക് നമ്മളൊക്കെ നാട്ടിൽ മുമ്പുണ്ടായിരുന്ന ഒരു പ്രശ്നം സ്വത്ത് തർക്കം ഉണ്ടാവും എന്നുള്ളതാണ്. പഴയ തറവാട്ടുകാർക്കൊക്കെ ഉണ്ടാവും, ഓരക്കാത്ത കുറെ മുതൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, സ്വത്ത് തർക്കങ്ങൾ ഉണ്ടാവും. ഈ സ്വത്ത് തർക്കം തീർക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഐക്യസംഘം എന്ന് പറയുന്ന സംഘടന. ഈ ഐക്യസംഘം വന്ന സമയത്തുള്ള ആദ്യത്തെ നിബന്ധന തന്നെ എന്താ അറിയോ? 4 ഒരു മദ്ഹബ് സ്വീകരിക്കുന്നവർക്ക് മാത്രമേ അംഗത്തുള്ളൂ എന്നാണ്. തുടങ്ങുക അങ്ങനെയൊക്കെയാണ്, പിന്നെ മാറ്റലാണെന്ന് അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. തുടങ്ങുമ്പോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഐക്യസംഘം ആദ്യം വെച്ച നിബന്ധന, ഐക്യസംഘത്തിൽ സംഗതി അത് മദ്ഹബ് പൊളിക്കാനാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഐക്യസംഘം വരുമ്പോൾ അതിൽ അംഗത്വം കൊടുക്കാനുള്ള ഒരുപാട് നിബന്ധനകളുണ്ട്. അതിൽ ആദ്യത്തെ നിബന്ധന തന്നെ എന്തായിരുന്നു? 4 ഒരു മദ്ഹബ് സ്വീകരിക്കുന്നവർക്കേ അംഗത്വമുള്ളൂ എന്നതാണ്. അപ്പോഴാണ് അതിലേക്ക് ഒരു ഒഴുക്കുണ്ടാകുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിയ കേരളത്തിലെ ആലിമീങ്ങൾ ഈ പോക്ക് പോയാൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ട് യോഗം ചേർന്നു. അങ്ങനെയാണ് 925 കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘം രൂപപ്പെടുന്നത്. അത് ഈ തുർക്കി ഖിലാഫത്തുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. തുർക്കിയിലെ ഖിലാഫത്ത് എത്ര കാലം ഉണ്ടായത്, എത്രയാണ് ഇല്ലാതിരുന്നത് എന്നതൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ഈ ഏകദേശം നമ്മളൊക്കെ നാട്ടിൽ 921 ആണല്ലോ ഈ സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. അപ്പൊ തുർക്കി ഖിലാഫത്തിൽ നിന്ന് പ്രചോദനം കിട്ടിയിട്ടാണ് അതുള്ളത് എന്നാണ് നമ്മൾ സാധാരണയായി പറഞ്ഞു വരുന്ന താരീഖ്. അപ്പൊ അതനുസരിച്ച് വരികയാണെങ്കിൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ തുടർച്ച അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് വരും. ആ സമയത്തൊക്കെയാണ് അത് നഷ്ടപ്പെടുന്നത് എന്നും അത് നഷ്ടപ്പെടുകയും അതിനെതിരെ യുദ്ധം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായി എന്നൊക്കെ വിലയിരുത്താം. അങ്ങനെയൊക്കെ ഈ കഥ പറയുമ്പോൾ ചോദ്യം ലാസ്റ്റാക്കുകയോ അല്ലെങ്കിൽ പരമാവധി ചോദ്യം ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യലായിരിക്കും നന്നായ. ഞാൻ അങ്ങനെ പറഞ്ഞു പോകാം, അതേ കാരണം നല്ലേ. നമുക്ക് ലാസ്റ്റ് എന്താ വെച്ചാൽ വേണ്ട പോലെ ചെയ്യാം. ഇനിയിപ്പോ നമുക്ക് പറയാനുള്ളത് സമസ്തന്റെ ഒരു താരീഖാണല്ലോ. ഏത് താരീഖ്? സമസ്തന്റെ താരീഖ് ഞാൻ പറഞ്ഞു. ഇന്ന് വരെയുള്ള ഒരു ചരിത്രമാണ് പറയേണ്ടത്. 925 മുതൽ 2023 വരെയുള്ളതാണ് പറയേണ്ടത്. ഇനി അത് പറയാൻ ഒരു നിബന്ധന ഉണ്ട്. മൺമറഞ്ഞ ആളുകളെ എത്രയും മദ്ഹ് ചെയ്യാം. എന്താ കാരണം? ജീവിച്ചിരിക്കുന്ന ആളുകളെ മദ്ഹ് ചെയ്താൽ അതിൽ പിശാച് വേഗം ഇടപെടും. കാരണം ശൈത്താന് 2 തലയ്ക്കും വർക്ക് ചെയ്യാൻ പറ്റും. പറയുന്ന ആളും പറയപ്പെടുന്ന ആളും രണ്ടിലും വർക്ക് ചെയ്യാം. ഓ സാലിം പൈസ അയാൾ വലിയ സംഭവമാണ് എന്നിങ്ങനെ വിചാരിച്ച് വെക്കുമ്പോഴേക്കറിഞ്ഞ് മൂപ്പര് നാളെ ബീച്ചിൽ പോകുമ്പോ തലകെട്ട് മാറ്റിയിട്ട് തൊപ്പിയിട്ടിട്ടുണ്ട് എന്നുള്ളത് അറിയാം. അയാളൊക്കെ ഇപ്പൊ അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ മതിയും തീരുമാനിക്കും. ഹയാത്തിലുള്ള ആളുകളെ മദ്ഹ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നമാണത്. അതുകൊണ്ട് നമ്മുടെ കൽബിൽ ഹയാത്തുള്ള ആളുകളെ മദ്ഹ് ചെയ്യുക എന്ന രീതി നമ്മൾ മാറ്റിയേക്കണം. പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല,
പക്ഷെ നമ്മൾ അങ്ങനെ ഒരു മദ്ഹ് ചെയ്യുന്ന രീതി കൊണ്ടുവരാൻ പാടില്ല. അതേസമയത്ത് മൺമറഞ്ഞു പോയ മഹത്തുക്കളെ എത്ര വേണമെങ്കിലും മദ്ഹ് ചെയ്യാം. അപ്പൊ ശംസുൽ ഉലമാ റഹിമഹുള്ളയെ മദ്ഹ് ചെയ്യുന്നു, കണ്ണിയത്ത് ഉസ്താദിനെ മദ്ഹ് ചെയ്യുന്നു. ഇങ്ങനെ മുൻഗാമികളായ ആളുകളുടെ മദ്ഹുകൾ, മനാഖിബുകളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ താരീഖിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറബി, പേർഷ്യൻ, ഉറുദു, മലയാളം 4 ഭാഷകളിൽ എഴുതുകയും സംസാരിക്കുകയും ചെയ്തിരുന്ന ആളാണ്. അന്ന് സംഘടന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കേരളക്കാർക്ക് അറിയില്ല. ഇന്ന് നമുക്ക് സംഘടന എന്ന് പറഞ്ഞാൽ അറിയും, 3 വൈസ് പ്രസിഡന്റ് പോരട്ടോ, 5 എണ്ണമാണ് നമുക്ക് സംഘടന അറിയും. എന്നാൽ ഈ പാങ്ങിൽ അഹമ്മദ് കുട്ടി വലിയ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പ്രസിഡന്റ് പറഞ്ഞാൽ എന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ല, സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലായിരുന്നു. അതാണ് മഹാനവറുകളുടെ ലോകവീക്ഷണം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്ത സംഗതിയാണ് കൊടുത്തിട്ടുള്ളത്. ഇന്നിപ്പോ നമുക്കത് പറയുമ്പോൾ ഇബ്രാഹിം നബി ഇസ്മായിൽ നബീനെ ഇറക്കാൻ കൊണ്ട മാതിരിയാണ്. അന്ന് അങ്ങനെ ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അന്ന് അറിയില്ല. തമിഴ്നാട്ടിലെ വലിയൊരു ബാക്കിയാത്തു സാലിയാത്ത് അറബി കോളേജാണ് ഒരു സ്ഥാപനം എന്നുള്ള നിലയിലുള്ളത്. ആ സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കേരളക്കാർക്ക് അറിയാത്ത കാലത്താണ് താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജ് എന്ന സ്ഥാപനം കൊണ്ടുവരുന്നത്. അത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വലിയ പ്രധാനപ്പെട്ട ഒരു കഴിവ് തന്നെയാണ്. ഞാനൊരു വിഷയം പറയാം നിങ്ങളോട്. എല്ലാ കാര്യങ്ങൾക്കും ചില പ്രത്യേകമായ അടിസ്ഥാനമുണ്ട്. ഇപ്പോ ഇസ്ലാം ദീനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇസ്ലാം ദീനിനെ പ്രബോധനം ചെയ്ത ആളുടെ പ്രത്യേകതയാണ്. ഒരു മനുഷ്യന്റെ പ്രത്യേകത ഓന്റെ വാപ്പാന്റെ പ്രത്യേകത ഇക്കാരം. നമ്മളൊരാളെ പറ്റിയിട്ട് ഇങ്ങനെ പറയാണെന്ന് വിചാരിക്കുക, ഹൈദരലി ഉദവിനെ പറ്റി പറയാന്ന് വിചാരിക്കുക. മുപ്പര് നമ്മൾ ആദ്യം പരിചയമുള്ള ആളായതുകൊണ്ട് മുപ്പരെ പറഞ്ഞു. എല്ലാവരും പരിചയമുണ്ട്, മുപ്പരെ കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടെ പരിചയമുണ്ട്, അതുകൊണ്ട് പറയാം. അങ്ങനെ ഹൈദരലി എന്ന് പറഞ്ഞ ആളുണ്ടെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ചോദ്യം ഓന്റെ വാപ്പാരാന്നാണ്. അപ്പൊ ഇങ്ങനെ തലമ ചൊറിഞ്ഞ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം തന്തല്ല എന്നാണ്. എത്ര വലിയ കാര്യം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓന്റെ വാപ്പയാണ്. ഇങ്ങനല്ലോ ഒരു നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ നാട്ടിൽ നേരത്തെ ജീവിച്ച് മൺമറഞ്ഞവരോ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരോ ആയ ചില ആളുകളായിരിക്കും. മമ്പറം എന്ന് പറഞ്ഞാല് തിരുരങ്ങാടി പോയതിന്റെ മേലെ കൂടെ ബസ് പോണ പാലുണ്ട് എന്നല്ലല്ലോ, മമ്പറത്തെ തങ്ങൾ പറഞ്ഞ ഒരാളവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു നാടിന്റെ പ്രത്യേകത. ഒന്നുകിൽ അവിടെ ജീവിച്ചു പോയതോ അല്ലെങ്കിൽ മുൻകഴിഞ്ഞതോ ആയ ചില മഹത്തുക്കളായിരിക്കും. മദീന എന്ന് പറഞ്ഞാൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നാടിന്റെ പ്രത്യേകത അതാണ്. ഒരു സംഘടനയുടെ പ്രത്യേകത അത് ഉണ്ടാക്കുകയോ പ്രബോധനം ചെയ്യുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്ത ആളുകളുടെ പ്രത്യേകതയായിരിക്കും. ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിയുടെ പ്രത്യേകത എന്താണോ അതാണ് ഇസ്ലാം ദീനിന്റെ പ്രത്യേകത. നാളെ മാശറയിൽ ആദ്യം വിചാരണയ്ക്ക് വിളിക്കുക നിങ്ങളെ ഇക്കാരം, സ്വർഗത്തേക്ക് ആദ്യം പാസ് ചെയ്ത നിങ്ങൾക്ക് ഇക്കാരം. ഹല്ലുക്കും ഫി ദുനിയ ഇയ്യായ, ദുനിയാവിൽ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ നിങ്ങളെ നബി ആയതാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതാണ് ഇസ്ലാം ദീനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, മുഹമ്മദ് നബിയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ വിമർശിക്കുന്നവർ മുഹമ്മദ് നബിനെ വിമർശിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കുന്ന ആൾക്കാർ മുഹമ്മദ് നബിനെയാണ് പഠിക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈ ദീനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അത് ഉണ്ടാക്കിയ ആളുടെ പ്രത്യേകത ഇക്കാരം. ഒരു സംഘടനയുടെ പ്രത്യേകത അത് ഉണ്ടാക്കിയ ആളുടെ പ്രത്യേകതയാണ്. അവിടെയാണ് നമ്മൾ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളെ പഠിക്കേണ്ടി വരുന്നത്. സമസ്ത എന്ന് പറയുമ്പോൾ മുല്ലക്കോയ തങ്ങളെ പഠിക്കേണ്ടി വരുന്നത് ഒരു സ്ഥാപനത്തിന്റെ ഒരു സംഘടനയുടെ പ്രത്യേകത അത് ഉണ്ടാക്കിയ ആളെ പ്രത്യേകതയാണ്. സമസ്ത എന്ന് പറയുമ്പോൾ നമ്മൾ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പഠിക്കേണ്ടി വരും. ആദ്യം മുല്ലക്കോയ തങ്ങളെ പ്രത്യേകത എന്താണോ അതാണ് സമസ്തയുടെയും പ്രത്യേകത. എന്താ മുല്ലക്കോയ തങ്ങളെ പ്രത്യേകത? മുല്ലക്കോയ തങ്ങൾ ഒന്ന് യമനിയാണ്, അത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. 2 ആലിമും ഇൽമും സിയാദത്തും ഒരുമിച്ച് കൂടിയ ആളാണ്. അപൂർവ ആൾക്കാരിലാണ് ഇൽമും സിയാദത്തും ഒരുമിച്ച് കൂടാറുള്ളത്. അത്തിപ്പറ്റ ഉസ്താദ് സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിത് കോയ തങ്ങൾ അസ്ഹരി എന്ന അസ്ഹരി തങ്ങൾ പാപ്പാന്റെ 1ാം ഉറൂസിന് വന്ന സമയത്ത് പ്രസംഗിക്കണേ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പ്രസംഗിച്ചത്? ഇൽമും സിയാദത്തും ഒരുമിച്ച് കൂടൽ അപൂർവം ആളുകളിലാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യരിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അയാളെ ഭയപ്പെടണം.
ഇൽമും സിയാത്ത് ഒരുമിച്ച് കൂടിയ ആളാണ് അസീർ തങ്ങള്. പിന്നെന്താ വെച്ചാൽ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ചില ഓർമ്മ പെശകുകളൊക്കെ ഉണ്ടായിരുന്നു, സംസാരത്തിന് അവ്യക്തതകളൊക്കെ ഉണ്ടായിരുന്നു. അത് ആ നിലക്ക് ഉൾക്കൊണ്ടാൽ മതി. ഒന്നിനും പറ്റാത്ത ഒരാളെ സംശയമില്ലല്ലോ റഹിമഹുല്ലാ പ്രസിഡന്റ് ആക്കൂല. അതിലെന്തോ ഒരു സംഗതി ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. സംസാരങ്ങളിൽ ചില പ്രശ്നങ്ങൾ ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, അത് സ്വാഭാവികമാണ്. അത് ലാസ്റ്റ് ഉള്ള ആ കാലഘട്ടത്തെ നേരിട്ട് അറിയുന്ന ആൾക്കൊരു പ്രശ്നമില്ല. നമ്മളൊക്കെ കണ്ടാൽ ഇജ് ബൈത്തുൽ മാമൂറിന് എപ്പോഴാ വന്നു എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പൊ അതങ്ങനെയായിരുന്നു ആ സമയത്തുള്ള ഒരു സംസാര രീതികളൊക്കെ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ മഹാനോറുകൾ ഒരുപാട് ത്വരീഖത്തുകളുടെ ഷെയ്ഖാണ്, ഒരുപാട് മഹത്തുള്ള ആളാണ്, വലിയ ഇൽമുള്ള ആളാണ്, വലിയ ആലിമായിരുന്നു, വലിയ സാഹിദായിരുന്നു, ഔലിയാക്കളുടെ ലോകത്ത് വലിയ ചർച്ച ചെയ്യപ്പെട്ട ആളാണ്. അസീർ തങ്ങളെ അനുസ്മരിക്കുന്ന സമയത്ത് അംസക്കുട്ടി വലിയര് പറഞ്ഞ ഒരു കഥ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളെ ആദർശേരി അംസക്കുട്ടി വലിയര് പറഞ്ഞ ഒരു കഥ. പിന്നെ UAE അബുദാബിന്ന് അംസക്കുട്ടി വലിയര് ഹജ്ജിന് പോണ സമയത്ത് അസീർ തങ്ങൾ കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, മദീനത്തുനിന്ന് ഒരാളെ കാണും, അയാൾ ചോദിക്കുമ്പോൾ താൻ കൊടുത്തോളൂ എന്ന് പറഞ്ഞാണ്ട് ഏൽപ്പിച്ചു. എന്നിട്ട് ആ പൈസ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല, ആരാപ്പോ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് മുപ്പര അങ്ങനെ വിട്ട്. എന്തായാലും പൈസ കീശയിലുണ്ട്. ഹജ്ജ് കഴിഞ്ഞിട്ട് ഉംറ കഴിഞ്ഞിട്ട് മദീനത്ത് എന്ന് സിയാറത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു യമനി വന്നിട്ട് സയ്യിദ് അബ്ദുറഹ്മാൻ അസ്ഹരി തന്നിട്ടുള്ള പൈസ കൊണ്ടുപോപറഞ്ഞു. അംസകുട്ടികളിൽ ഇന്ന് ഹയാത്തിലുണ്ട്. അംസകുട്ടികളിൽ പ്രസംഗിക്കുന്നത് റഹ്മത്തുള്ളാഹി ഖാസിമി പറയും പോലെ ഈ ചെവി കൊണ്ട് കേട്ടതാണ്. അങ്ങനെ കേട്ടിട്ടുണ്ട്. അതെന്താ വെച്ചാല് ഇതിലൊക്കെ ഒരു സംഗതി നമ്മൾ അവരൊക്കെ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇൽമും സിയാദത്തും ഒരുമിച്ച് കൂടുക എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. ആലിമും സയ്യിദും ഒരാളായി മാറുക എന്നുള്ളത് അപൂർവ ആൾക്കാരിലേ ഉണ്ടാവുള്ളൂ. ഉണ്ടായവരൊക്കെ വലിയ ആൾക്കാരനായിരുന്നു. മരിക്കാൻ പോകുമ്പോ ഫാത്തിയോതി ദ്വാരന്ന് കാണാൻ പോയാലാണ് ഉമർ അലി ശിഹാബ് തങ്ങൾ. ആരാവുക? മരിക്കാൻ വേണ്ടിയാണ് പോകുമ്പോ പേരന്റെ ഉള്ളിൽ നിന്ന് വന്ന് പുറത്തിരുന്നിട്ട് അൽ ഫാത്തിഹ എന്നാണ് ദ്വാരന്ന് കാണാൻ പോയിട്ട് KPM ഹോസ്പിറ്റലിൽ പോയിട്ട് മരിച്ചു കണ്ടിട്ട് വന്നു. റജബ് 1 വെള്ളിയാഴ്ച രാവും ഒരുമിച്ച് കൂടിയ ദിവസമാണ് ഉമർ അലി ശിഹാബ് തങ്ങൾ വഫാത്തായത്. വെള്ളിയാഴ്ച രാവാണ്. ദുആ ഇജാബത്തുൽ 5 രാത്രികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് റജബ് 1 രാത്രിയും വെള്ളിയാഴ്ച രാവും. അത് രണ്ടും കൂടി ഒരുമിച്ച് കൂടിയ ദിവസം. അങ്ങനെ ഒരുപാട് സംഗതിയുണ്ട്. നമ്മളെ പിന്നെ ആദിർശ്ശേരി മാമൂലിയരുണ്ടായിരുന്നു. ആദിർശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ മൂപ്പരെ ചിറ്റുമുറി എന്ന ആൾക്കാർ വിളിച്ചിരുന്നത്. ഇങ്ങനെ വയലു അറിഞ്ഞിട്ട് പെണ്ണുങ്ങൾ ചിറ്റ് ഇട്ട് കൊടുക്കും, അങ്ങനെ പള്ളികൾ ഉണ്ടാക്കും. മൂപ്പര് പ്രധാനപ്പെട്ട പരിപാടി അതാണ്, പള്ളി ഉണ്ടാക്കലാണ്. എവിടെയെങ്കിലും നാട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ നോക്കും, കുറെ മുസ്ലിങ്ങളൊക്കെ ജീവിക്കണ്ടേ, ഇവിടെ പള്ളി ഉണ്ടോ എന്ന് ചോദിക്കും. പള്ളി ജാറി. അങ്ങനെ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു മുതലാളിനെ ചെന്ന് കണ്ടിട്ട് ചോദിക്കും, നിങ്ങളൊരു 3 സെന്റ് സ്ഥലം തരുമോ, ചെറിയൊരു പള്ളി ഉണ്ടാക്കാനാണ് അറിയും. അപ്പൊ സാമ്പത്തിക ശേഷിയുള്ള ആളാണെങ്കിൽ കൊടുക്കും, അല്ലാത്തവരാണെങ്കിൽ പകുതി ഞാൻ തരാം, പകുതിക്ക് നിങ്ങൾ എന്തെങ്കിലും വഴി ഉണ്ടാക്കണം എന്ന് പറയും. അപ്പൊ അവിടെ ഒരു വയൽ വെക്കും മൂപ്പര്. സംഘാടകനും മൂപ്പരാണ്, പറയണത് മൂപ്പരന്നെയാണ്. അങ്ങനെ വയൽ വെക്കും. ആ വയലിൽ പിരിച്ചിട്ട് സ്ഥലത്തിന്റെ കായ് കൊടുത്തങ്ങാണ്ട് മൂപ്പര് പോകും. പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് വരും. അല്ല ഇവിടെ പള്ളിയൊന്നും ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിക്കും. ഇല്ല എന്നിരുന്നാ നമുക്ക് വയൽ വെക്കുക എന്നറിയും. അങ്ങനെ വയൽ വെക്കും. എന്നിട്ട് 2ാമത് പിരിച്ചിട്ട് പള്ളി ഉണ്ടാക്കിയിട്ട് ആ പള്ളിക്ക് ബദർ മസ്ജിദ് എന്ന് പേരിടും. ആദിർശ്ശേരി മാമൂലിയര് ഉണ്ടാക്കിയ പള്ളി ഒക്കെ ബദർ മസ്ജിദ് എന്നാ പേരിട്ടത്. റമദാൻ 17 ബദരീങ്ങളുടെ ആണ്ടിന്റെ അന്ന് മഹാനവറുകൾ വഫാത്തായി. ഇതൊക്കെ നമ്മൾ ശരിക്കും പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഒരു സംഘടന എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കിയ ആളെ പ്രത്യേകത വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് നമ്മൾ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പഠിക്കേണ്ടത്. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാലഘട്ടത്തിൽ ഹജ്ജിനും ഉംറക്കൊക്കെ പോണ ആൾക്കാർ മുല്ലക്കോയ തങ്ങളോട് സമ്മതം ചോദിച്ചിട്ടേ പോകലുണ്ടായിരുന്നുള്ളൂ എന്നാണ്. കൊടുവള്ളി അബ്ദുൽ ഖാദർ എഴുതിയിട്ടുള്ള സമസ്ത വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ സംശുൽ ഉലമ വരെ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, ഇസ്ലാമിക് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചത്. ഞാൻ ഈ പറഞ്ഞ കഥയിലുണ്ട്. വരക്കൽ മുല്ലക്കോയ തങ്ങളോട് സമ്മതം ചോദിച്ചിട്ടാണ് എല്ലാവരും പോയിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കുന്നംകുളത്ത് നിന്ന് ഒരു സംഘം ആളുകൾ ഹജ്ജിന് പോകാൻ വേണ്ടി സമ്മതം ചോദിക്കാൻ, അല്ലെങ്കിൽ ഉംറക്ക്, എനിക്ക് ഓർമ്മയില്ല, ഹജ്ജിനോ ഉംറക്കോ പോകാൻ വേണ്ടി സമ്മതം ചോദിക്കാൻ വന്നു. മുല്ലക്കോയ തങ്ങളെടുത്ത് ഒരു പുതിയ ഒരാളുണ്ടായിരുന്നു. അതായത് ഇസ്ലാമിലേക്ക് വന്നു ഒരാള്. അപ്പൊ എനിക്ക് എന്താ പേരിടേണ്ടതെന്ന് ചോദിച്ചു. അതിൽ മുഹമ്മദ് എന്ന് പേരിട്ടാ മതി പറഞ്ഞു. അപ്പൊ മുല്ലക്കോയ തങ്ങൾക്ക് ഒരു കാര്യസ്ഥണ്ട്, അയാളെ പേരും മുഹമ്മദാണ്, ഇയാളെ പേരും മുഹമ്മദായി. അപ്പൊ ഒരാളെ പുതിയ അഹമ്മദ് എന്ന് വിളിച്ചു. അങ്ങനെ ഒരു പുതിയ അഹമ്മദ് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. മൂപ്പരൊരിക്കലും മുല്ലക്കോയ തങ്ങളോട് പറഞ്ഞു, എനിക്കൊരു ഉംറക്ക് പോകാൻ പുതിയ ഉണ്ട് പറഞ്ഞു. അങ്ങനെ കുന്നംകുളത്തുനിന്ന് കുറച്ച് പൈസ ഉള്ള ആൾക്കാർ സമ്മതം ചോദിക്കാൻ വേണ്ടി വന്നു ഉംറക്ക് പോകാന്.
അപ്പൊ മുല്ലക്കോയ തങ്ങൾ ഓരോട് ചോദിച്ചു, നിങ്ങൾക്ക് കായ ഉണ്ടെങ്കിൽ എന്റെ പുതിയ മീനൊന്ന് കൊണ്ടുപോയിക്കോളി പറഞ്ഞു. ഓല് പറഞ്ഞു പൈസ ഉണ്ട് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. അങ്ങനെ പുതിയ ഉംറക്ക് പോയി. ഉംറ കഴിഞ്ഞതിന് ശേഷം കുന്നംകുളത്തേര് മടങ്ങുമ്പോൾ മൂപ്പര് പറഞ്ഞു ഞാൻ ഇല്ല അവിടെ കേണ് പറഞ്ഞു. അങ്ങനെ മൂപ്പര് അവിടെ നിന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് അറക്കൽ മുസ്ലിം രാജകുടുംബത്തിന്റെ കൂടെ മുല്ലക്കോയ തങ്ങൾ ഹജ്ജിന് പോയി. ബോംബെ വഴിയാണ് പോണത്. ദീർഘമായ കഥയാണ്. ബോംബെയിൽ ചെന്നു. ബോംബെയിൽ ചെന്നപ്പോ അറക്കൽ രാജകുടുംബം കപ്പൽ വാടകയ്ക്ക് വിളിച്ചു പോയി. ആ വാടകയ്ക്ക് വിളിച്ചപ്പോ മുല്ലക്കോയ തങ്ങൾക്ക് അത് പറ്റിയില്ല. നമുക്ക് ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നില്ലേ, എന്തിനാ ഒരു കപ്പൽ ഒന്നിച്ച് വാടകയ്ക്ക് എടുക്കണമെന്നായി. അങ്ങനെ ഒരു തമ്മിൽ ചെറിയ തർക്കമുണ്ടായി. അങ്ങനെ അറക്കൽ രാജകുടുംബാംഗങ്ങൾ ഒരു കപ്പൽ വിളിച്ചു പോയി. മുപ്പരയിൽ കയറിയില്ല. മുപ്പര അവിടെ നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കപ്പലിന് ടിക്കറ്റ് എടുത്തിട്ട് പോയി. അങ്ങനെ കൂടി ഏതായാലും ഹജ്ജിനെത്തി. ഹജ്ജ് കഴിഞ്ഞ് ഉംറയൊക്കെ കഴിഞ്ഞിട്ട് മദീനയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിലത്ത് കാലിട്ടാതെ ഒരാൾ ഇങ്ങനെ വന്നു. ഈ പറയുന്നത് കൊടുവള്ളി അബ്ദുൽ ഖാദർ എഴുതിയ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ സംശുൽ ഉലമ വരെ എന്ന ഇസ്ലാമിക് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലുണ്ട്. ഒരാൾ ഇങ്ങനെ വന്നു. വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞു പുതിയ അഹമ്മദല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. നമ്മൾ ഗൗസുൽ കഥയൊക്കെ പറയുമ്പോൾ കേൾക്കലുണ്ടല്ലോ, അപ്പോൾ കുലംബുക്കെ പുതിയ ഇസ്ലാമിനെ അബ്ദാലന്മാരാക്കി മാറ്റി അയച്ചോവർ. പുതിയ അമ്മേനോട് ചോദിച്ചു എവിടുന്ന് വരുന്നതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു ഞാന് ളുഹർ നിസ്കാരത്തിന് മക്കയിലെ മസ്ജിദുൽ ഹറാമിലായിരുന്നു. അസർക്ക് ഇവിടെ ജമാഅത്തിന് കൂടണമെന്ന് കരുതിയിട്ട് വന്നതാണ്. മഗ്‌രിബ് ആകുമ്പോഴത്തിന് പറ്റണമെങ്കിൽ ബൈത്തുൽ മുഖദ്ദിസ്ക്ക് എത്തണമെന്നുണ്ട് പറഞ്ഞു. പൈക്കോ പറഞ്ഞു. അതാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞത്. നമ്മൾ വെറുതെ നിന്നോന്നല്ല അതിന്റെ പിന്നിലെ. മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയതാണ് സമസ്താന്ന് കരുതിയിട്ട് അതിന്റെ പിന്നിൽ നിന്നാ. ഇങ്ങനെ ഓരോരുത്തരും പഠിച്ചു നോക്കി. ഏറ്റവും നല്ല പഠനം എന്താ വെച്ചാല് വഫാത്ത് പഠിക്കലാണ്. ഒരു മനുഷ്യന്റെ ജീവിതം ശരിയായിരുന്നു എന്ന് തീരുമാനിക്കുന്നത് ഓന്റെ വഫാത്ത് എങ്ങനെയായിരുന്നു നോക്കിയിട്ടാണ്. മരിക്കുമ്പോ ഒരു ലായിലായുള്ളത് ചൊല്ലി കിട്ടാനാണ് നമ്മളീ ഇടങ്ങാറാണത്. 1000 ലായിലായുള്ളതാണ് ചൊല്ലി മരിച്ചിട്ടുണ്ട് കോയക്കുട്ടി ഉസ്താദ്. ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ദിക്ർ ഹൽക്ക ജീവിതകാലം മുഴുവൻ കൊണ്ടുനടന്നിരുന്നു. 1000 ലായിലായുള്ളതാണത്. മരിക്കണതിന് മുമ്പ് ആ ദിക്ർ ഹൽക്കാണ് നടത്തിയിട്ട് 1000 ലായിലായുള്ളതാണ് ചൊല്ലിയാണ് മരിച്ച ആളാണ് കോയക്കുട്ടി ഉസ്താദ്. ഇതൊക്കെ ഒരു ചെറിയ സംഭവമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇങ്ങനെ ഓരോരുത്തരും സംശുലമന്റെ വഫാത്ത് നമ്മൾ എപ്പോഴും പറഞ്ഞതാണ്. KT മാനുസ്താദിന്റെ വഫാത്ത് നമ്മൾ എപ്പോഴും പറഞ്ഞത്. ഒരു മനുഷ്യന്റെ ജീവിതം ശരിയായിരുന്നു എന്ന് തീരുമാനിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം വഫാത്ത് എങ്ങനെയാണെന്ന് നോക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നേതാക്കളുടെ താരീഖുകൾ, പ്രത്യേകിച്ച് മുൻകഴിഞ്ഞവരുടെ താരീഖുകൾ നമ്മൾ നോക്കുക. അതാണ് നമ്മൾ ഇതിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ കാരണം. അവരുടെ പ്രവർത്തനങ്ങൾ അതെല്ലാം നമുക്ക് ഏത് ഘട്ടത്തിലും മുതൽക്കൂട്ടായിട്ടുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെയാണ് നമ്മൾ നിലകൊള്ളുന്ന ആശയങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും ചരിത്രങ്ങൾ എന്ന് പറഞ്ഞത്. അതിൽ പലതും സംഭവിക്കും. അതൊക്കെ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. നമ്മൾ കരുതിയമാതിരി അത്ര എളുപ്പത്തിലൊന്നും ഇതൊന്നും തീർന്നു പോകുന്നൊന്നും വിചാരിക്കണ്ട. തീരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. ആഗ്രഹമില്ല എന്നല്ല ഈ പറഞ്ഞത്. എല്ലാം നല്ല നിലയിലാവട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി തരട്ടെ, അങ്ങനെ തന്നെ തോർക്കണം. പക്ഷെ എപ്പോഴും നമ്മൾ തോരുന്ന മാതിരി ആഗ്രഹിച്ച മാതിരിയൊന്നും സംഭവിച്ചോണമെന്നൊന്നുമില്ല. സമസ്തനെ സംബന്ധിച്ച് ഇതിൽ ഇത്ര ആളുണ്ടാകണം നിർബന്ധമൊന്നുമില്ല. ഉള്ളവരുടെ ഹക്ക് പറയുക എന്നുള്ളതാണ് സമസ്തയുടെ നിലപാട്. അത് പലതും പോയേക്കാം, പലതും നഷ്ടപ്പെട്ടേക്കാം. നമ്മൾ കരുതാത്തൊക്കെ പലതും പോകാണ്ട് അതൊക്കെ പോയും, ചിലപ്പം പോയിക്കൂടായി ഒന്നുമില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. പക്ഷെ നമ്മൾ ഈ ഹക്കിന്റെ കൂടെ ഉറച്ചു നിന്നേ പറ്റുള്ളൂ. പോകാനുള്ളതൊക്കെ പോവും, ബാക്കിയുള്ളത് ഉണ്ടാവും. സ്വാഭാവികമാണല്ലോ ഇതിങ്ങനെ കുറഞ്ഞു വരണം എന്നുള്ളത്. അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും ആഗ്രഹിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഹക്കായ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മരണം വരെയും നിലകൊള്ളാൻ വേണ്ടി നമ്മളെല്ലാവരും തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മുടെ ആദർശവും ആശയവും ഒക്കെയായി ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു അടുത്ത വിഷയം കാണിച്ചവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ഹക്കിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഖിദ്മത്തെടുക്കാൻ അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമുക്ക് ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور آمين برحمتك يا أرحم الراحمين. അനുവദിക്കപ്പെട്ട സമയത്തിൽ 5 മിനിറ്റ് ബാക്കി വെച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.